إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മർപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും ഏത് സ്ഥലത്തും എവിടെയും സദാ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും യഥാർത്ഥ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനുള്ള പ്രവണത, അത് എല്ലാ കാലത്തും അതിനെ ഒരു പ്രത്യേകമായ ആവേശമുണ്ടായിട്ടുണ്ട്. ഇക്കാലത്തും ആ ആവേശത്തിന് ഒട്ടും കുറവില്ല. പുരോഹിതന്മാർ അവരുടെ യഥാർത്ഥ മുഖവും ഭാവവും കൊണ്ട് വരുന്ന പല രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളിൽ ഒന്നാണ് മരണ വീട്ടിൽ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രാത്തങ്ങൾ. യഥാർത്ഥത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു ജനാസയെ അതിനെ എങ്ങനെ കബറടക്കണം, എങ്ങനെ കൊണ്ടുപോകണം, വളരെ ലളിതമാണ്. ഇസ്ലാമിക കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ആർക്കും ഒരു പ്രയാസമുണ്ടാക്കാത്ത രീതിയിലുള്ള സംഗതികളാണ്. ഇതര മതസ്ഥർ നമ്മൾ നോക്കിക്കാണുമ്പോൾ അസൂയാപൂർവമാകുന്ന രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പൗരോഹിത്യം മറ്റുള്ളവരെ കടന്ന് അതിനപ്പുറം കാട്ടിക്കൂട്ടാനുള്ള വെപ്രാളത്തിലാണ്. അത് എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ചിലപ്പം അവിടെ ദീർഘമായ പ്രാർത്ഥനയും ധാരാളമായ ഖുർആൻ പാരായണം, യാസീന് പുറമെ സൂറത്ത് മുൽക്കും സൂറത്ത് വാക്കിയും എന്തൊക്കെയോ പാരായണങ്ങളൊക്കെ ചെയ്ത് ദീർഘമായ ദുആകളൊക്കെ ചെയ്യും. ഇത് സാധാരണക്കാരനാണ്, ആരും അറിയപ്പെടാത്ത ആളാണ് മരണപ്പെട്ടതെങ്കിൽ അത്ര ബത്തൊന്നുമില്ല. അവർ സാധാരണ ചെയ്യുന്ന വളരെ ലഘുവായ കർമ്മങ്ങൾ ചെയ്ത് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മരണപ്പെട്ട വീട്ടിൽ നടക്കുന്ന ഏറ്റവും മോശമായൊരു പ്രവർത്തനമാണ് കണ്ണോക്ക് ചാവ് എന്നൊക്കെ പറയുന്നത്. കണ്ണോക്ക്, മൂന്നാമത്തെ ദിവസം ആ മരിച്ച വീട്ടുകാർ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് നടത്തുന്ന സദ്യ, ഒരു പാർട്ടി. അതാണ് യഥാർത്ഥത്തിൽ കണ്ണോക്കും ചാവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ കുറേ ആൾക്കാർ വരും, അവരൊക്കെ ഉച്ചയ്ക്ക് ക്ഷണിക്കും, അല്ലെങ്കിൽ വരാത്തവരെ വീണ്ടും ക്ഷണിക്കും. നാട്ടിലെ ഉസ്താദുമാരൊക്കെ വിളിക്കും. ഉച്ചയ്ക്ക് കുറച്ച് കഴിവുള്ള ആളാണെങ്കിൽ നല്ല രീതിയിൽ സദ്യ കൊടുക്കും. യഥാർത്ഥം ഇങ്ങനൊരു രീതി ഇസ്ലാമിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്കറിയാം, നേരെ വിപരീതമായ കാര്യമാണ് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ നറൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിത്ത് വസനഅത തുആമ മിനൻ നിയാഹ. നമ്മൾ മരിച്ച വീട്ടുകാർ അവർ ഉണ്ടാക്കി ഭക്ഷിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് മരണ വീട്ടിൽ അലമുറയിട്ട് കരിയുന്നതിനോട് അങ്ങനെയായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത്. നമ്മൾ വെറുക്കപ്പെട്ട സംഗതിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഒരു മരിച്ച വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ അലമുറിട്ട് കരിയും.
ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട് ഗോത്രവർഗ്ഗക്കാർക്കിടയിലും അതുപോലെ തന്നെ ജൂതന്മാരിലൊക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ശവസംസ്കാര ചടങ്ങിലൊക്കെ അലമുറിട്ടിച്ച് എല്ലാവരും കരയും, വന്നവരൊക്കെ ഇങ്ങനെ കരയും. ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി അത് ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു മരണപ്പെട്ട വ്യക്തി ഒരു വീട്ടിലുണ്ടായ ഇങ്ങനെ അലമുറിട്ടിച്ച് കരയും. ഈ ആദിവാസി ഗോത്രക്കാരിലൊക്കെ കാണും. അപ്പൊ ഇത് ഇസ്ലാം നിരോധിച്ച സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർബഉം മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ, എന്റെ ഉമ്മത്തിൽ ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ ആ അവശിഷ്ടം അത് 4 അവശേഷിക്കും. ലാ തതറകൂഹുൻ, അതവരൊരിക്കലും ഉപേക്ഷിക്കുകയില്ല, നമ്മൾ ഉപേക്ഷിക്കുകയില്ല. ഒന്ന് ഫഖ്റു ഫിൽ അഹ്സാബ്, കുലമഹിമയാണ്. എൻ്റെ ഗോത്രം എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ കാണാം മുത്തേരികൾ, അതുപോലെ തന്നെ സഭാ കുടുംബം, കുറേ ഗോത്ര കുടുംബങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ഗോത്രം അങ്ങനെയാണ്, നമ്മളെ ഗോത്രം ഇങ്ങനെയാണ്. അങ്ങനെ കുലമഹിമയിലും എന്തെന്ന് അഭിമാനം കൊണ്ട് പറയുക, അത് ജാഹിലിയ്യ സംസ്കാരമാണ്. അതുപോലെ തന്നെ വംശത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക, മറ്റവും ശരിയില്ല, നമ്മളെ വംശമാണെന്നുള്ളത് അത് ശരിയില്ല, അങ്ങനെയുള്ള ആക്ഷേപം നടത്തുക. നക്ഷത്രത്തെ കൊണ്ട് മഴ തേടിയ ഈ ജ്യോത്സ്യന്മാരോടത്തേക്ക് പോവുക, അവരുടെ കാര്യങ്ങൾ തരിക, അല്ലെങ്കിൽ അത് സംബന്ധമായ മഴ കാര്യങ്ങൾക്കൊക്കെ അവിടെ പോവുക. മറ്റൊന്ന് വന്യാഹത്ത് എന്ന് പറഞ്ഞാൽ അലമുറയിട്ട് കരയുക, മരിച്ച വീട്ടിൽ അലമുറയിട്ട് കരയുക. വഖാല നാഹിയത്തു ഇദാ ലം തതുബ ഖബ്ലഹ മൗതിഹ തുഖാമ യൗമൽ ഖിയാമത്തി വഅലിയ സിർബാലുൻ മിൻ ഖതിറാനിൻ വദിർഉൻ മിൻ ഹറബിൻ. ഇങ്ങനെ കരയുന്നവർ മരണത്തിന് മുമ്പ് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അവർ ചായം പൂശിയ വസ്ത്രത്തോടെയും അങ്കിപ്പൊടിയോടുകൂടിയൊക്കെ നരകത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ കരയുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ളറബൽ ഹുദൂദ ഔ ശക്കൽ ജുജൂബ ഔ ദാ ബിദഅവൽ ജാഹിലിയ്യ. മുഖത്തടിച്ച് കരിയ, അല്ലെങ്കിൽ മാറുകീറി കരിയ, അതുപോലെ തന്നെ ജാഹിലിയ്യ കാലത്ത് വിളിച്ചു കൂന്നതൊക്കെ കരിയ. അങ്ങനെ കരിയുന്നവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹാബികൾ പറയാണ്, നമ്മൾ ഈ വിരോധിച്ച കരച്ചിലുണ്ടല്ലോ, അങ്ങനെയാണ്, അതിനോടാണ് മരിച്ചവർ നമുക്ക് നൽകുന്ന, നമ്മളെ തീറ്റിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, 3-ാം ദിവസമൊക്കെ പോയിട്ട് ഭക്ഷിപ്പിക്കുന്ന രീതി, അതിനോടെയാണ്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത്. റസൂല് വിരോധിച്ച നിരോധനം അതിനോടായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഇത്തിഫാഖുണ്ട് എന്ന് തന്നെ പറയാം. 4 മദ്ഹബിന്റെയും ഔദ്യോഗികമായ പണ്ഡിതന്മാർ മരണ വീട്ടുകളിൽ വെച്ചിട്ട് ഭക്ഷിപ്പിക്കുന്ന സമ്പ്രദായത്തെ അങ്ങേയറ്റത്തെ ബിദ്അത്തായിട്ടും വെറുക്കപ്പെട്ടതായ സംഗതിയായിട്ടും എണ്ണിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹനഫി മദ്ഹബിലെ ഇബ്നു ഹമ്മാം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം 790 മുതൽ 861 വരെ ജീവിച്ച പണ്ഡിതൻ. അദ്ദേഹം പറയാണ്, മരിച്ച ആളുടെ വീട്ടുകാരിൽ നിന്ന് ആതിഥ്യം അരുളുന്നത് വെറുക്കപ്പെട്ട സംഗതിയാണ്. നിശ്ചയം അത് ആനന്ദത്തിൽ നിന്നുണ്ടായതാണ്, അത് വിപത്തുകളിൽ നിന്നുണ്ടായതല്ല, ഏതെങ്കിലും പ്രയാസത്തിൽ നിന്നുണ്ടായതല്ല. ബിദ്അത്തുൻ മുസ്തഖബഹത്തുൻ, അത് വൃത്തികെട്ട ബിദ്അത്താണ്, വിരൂപമായ ബിദ്അത്താണ്, മതത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബിദ്അത്താണ്. ആരാ പറയുന്നത്? ഹനഫി മദ്ഹബ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രസംഗത്തിലും പറയുന്ന സംഗതിയാണ്, ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ്. എല്ലാ ദീനിൽ പുതുതായി ഉണ്ടാക്കിയ സംഗതി എന്താണ്? അത് ബിദ്അത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, മരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് മോശപരമായ ബിദ്അത്താണ്. ഇപ്പൊ മാലിക്കി മദ്ഹബുണ്ട്, കാല ഖത്താബുൽ മാലിക്കി, അദ്ദേഹം പറയാണ്, അമ്മ ഇസ്നാഉ അഹ്ലിൽ മയ്യിത്തി തുആമൻ, മരിച്ച വീട്ടുകാർ നൽകുന്ന ഭക്ഷണം, വജബുൻ നാസി അലൈഹ, അതിനു വേണ്ടി അവർ ആളെ ക്ഷണിക്കുക, ആളെ കൂട്ടുക, ഫഖദ് കരിഹു ജമാഅത്ത്, ഞങ്ങളുടെ മദ്ഹബ് അത് വെറുക്കപ്പെട്ട സംഗതിയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്ന സംഗതിയല്ല. വഅദ്ദുഹു മിനൽ ബിദ്അ, അവർ കണക്കാക്കിയത് അതേ പറയാം, അത് ബിദ്അത്തായിട്ടാണ്, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ സംഗതിയായിട്ടാണ്. ലിഅന്നഹു ലം യുൻകൽ ഫീ ഷൈഇൻ, അതിന് യാതൊരു തെളിവുമില്ല, ദീനിൽ യാതൊരു പ്രമാണവും അതിനില്ല. വലൈസ ദാലിക മൗദിഉൽ വലായിം, അത് വിരുന്നിനുള്ള സ്ഥലമല്ല. മരിച്ച വീട് എന്ന് പറഞ്ഞാൽ അത് വിരുന്നിനുള്ള സ്ഥലമല്ല. ഇപ്പൊ 19 വയസ്സുള്ള 20 വയസ്സുള്ള ഒരു യുവാവ് ആക്സിഡന്റിൽ മരണപ്പെട്ടതായിരിക്കും.
ആ മരിച്ച വീട്ടിൽ പോലും മൂന്നാമത്തെ ദിവസം സദ്യ കഴിക്കുകയാണ്, ജനങ്ങൾ പോയി ഭക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് അത് വിരുന്നിനുള്ള സ്ഥലമല്ല. മരിച്ച വീട് എന്ന് പറഞ്ഞാൽ അത് വിരുന്നിനുള്ള സ്ഥലമല്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി, അദ്ദേഹത്തിന്റെ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ഇമാം നവവി റഹിമഹുല്ലാഹ്. ഇമാം നവവി നമുക്കൊക്കെ അറിയാം, മദ്ഹബ് ഷാഫിയിൽ രണ്ടാമത്തെ പണ്ഡിതനാണ് ഇമാം ഷാഫിക്ക് കഴിഞ്ഞാൽ. അദ്ദേഹം പറയണം, ഇസ്ലാഹു അഹ്ലിൽ മയ്യിത്തി തുആമൻ വജഅമുഹു അന്നാസി അലൈഹ ഫലം യുൻകൽ ഫീ ഷൈഇൻ ഫഹുവ ബിദ്അത്തുൻ ഗൈറ മുസ്തഹബ്ബത്തിൻ. അതായത് മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാർ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അനിസ്ലാമിക ആചാരമാണെന്ന് വ്യക്തമാക്കിയ ശേഷം പറയാണ്, മയ്യത്തിന്റെ കുടുംബങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങളെ അതിനു വേണ്ടി ഒരുമിച്ച് കൂട്ടൽ അതിന് അനുവദനീയമാണെന്നതിന് ഒരു തെളിവുമില്ല. അത് നല്ലതല്ലാത്ത അനാചാരമാണ്, അത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്ന സംഗതിയാണ്, നിങ്ങൾ സൂക്ഷിക്കണം പുതുതായ നിർമ്മിതികളെ, മതത്തിലുണ്ടാകുന്ന പുതിയ നിർമ്മിതികളെ നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാ പുതു നിർമ്മിതികളും മതത്തിൽ പുതുതായി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ബിദ്അത്താണ്. എല്ലാ വിധത്തും വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കുള്ളതാണ്. എല്ലാ വഴികേടും എന്താണ്? നരകത്തിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഹിജ്റ 541 മുതൽ 620 വരെ ജീവിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയണം, അതായത് ജനങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് മരിച്ച വീട്ടുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ വെറുത്തു. എങ്ങനെ? അത് മരിച്ച വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന മുസീബത്തിന്റെ വർധനമാണ്. അവരെ എല്ലാം തന്നെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, പിന്നീട് അവർക്ക് സാമ്പത്തിക നഷ്ടം കൂടി വരുത്തി വരിക, അല്ലെങ്കിൽ ആ ദുഃഖവേളയിൽ അവർ ആൾക്കാരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവയിൽ മൂന്നാം ദിവസം ജനങ്ങളെ മുന്നിലൊക്കെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് അവരുടെ അവസ്ഥയിലേക്ക് മറ്റൊരു അവസ്ഥ വർദ്ധിപ്പിക്കലാണത്. മക്ക മുശ്രിക്കുകളുടെ അജ്ഞാത കാലത്തെ പ്രവൃത്തിയെ അനുകരിക്കലാണത്. കണ്ട, മറ്റുള്ള മതസ്ഥരെ അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തെ അനുകരിക്കലാണ്. നമുക്കറിയാം, ഹൈന്ദവ മതത്തിൽ ശ്രാദ്ധമുണ്ട്, ചതുരത്തി ശ്രാദ്ധമുണ്ട്, പഞ്ചാബി ശ്രാദ്ധമുണ്ട്, അതുപോലെ തന്നെ ദ്വാദശി ശ്രാദ്ധമുണ്ട്, 10 ദിവസങ്ങളിൽ കൊടുക്കുന്ന സജ്ജയന പരിപാടികളുണ്ട്. ഇതുപോലെയുള്ള മറ്റുള്ളവരെ അനുകരിക്കലാണ് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇബ്നു ഹസൽ ഹൈസമി. അദ്ദേഹം പറയാണ്, അങ്ങേറ്റത്തെ വെറുക്കപ്പെട്ട ബിദ്അത്താണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ച വീട്ടുകാരുടെ ഭക്ഷണം നൽകുക എന്നത്, അതിനുവേണ്ടി ജനങ്ങളെ ക്ഷണിക്കുക എന്നത് അങ്ങേറ്റത്തെ വെറുക്കപ്പെട്ട ബിദ്അത്താണ്. അതിനൊരാൾ ഉത്തരം നൽകിയാലോ അതും അതുപോലെ തന്നെയാണ്. ഒരാളെ ക്ഷണിച്ച് അയാൾ പോയി നടന്ന് ഭക്ഷണം കഴിച്ചു, എന്നാൽ അതും അതുപോലെ തന്നെയാണ്. അതിന് ഉത്തരം നൽകൽ എന്താണ്? അതും വെറുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞ ആദ്യത്തെ ഹദീസ്, ജരീർ ബിൻ അബ്ദുള്ള ഉദ്ധരിച്ച ആദ്യത്തെ ഹദീസ് അത് ഉദ്ധരിക്കാൻ. സഹോദരന്മാരെ, ഷാഫി മദ്ഹബിലെ ചെറിയ കിതാബാണ് 10 കിതാബ്. ഇപ്പൊ പള്ളി ദർസിലൊക്കെ 1 വർഷം പോയ ആൾക്കാർക്കൊക്കെ അറിയാം 10 കിതാബ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിൽ പറയുന്ന സംഗതി, അപ്രകാരം തന്നെ മയ്യത്തിന്റെ വീട്ടുകാർ ആളുകളെ ക്ഷണിച്ചു വരുത്തി സദ്യ നടത്തൽ ചീത്തയായ ബിദ്അത്താണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. ചിന്തിക്കേണ്ട വിഷയമാണിത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ ബിദ്അത്ത് പ്രവർത്തിച്ചവരുടെ പരിണിതമായ പ്രവർത്തനങ്ങളായി പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നല്ലോ. നാളെ അഹൂദിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊടുക്കാൻ വേണ്ടി പോകും. അപ്പൊ അവിടുന്ന് പറയപ്പെടും, താങ്കൾക്കറിയില്ല, താങ്കൾ പോയതിനു ശേഷം ഈ മതത്തിൽ എന്തൊക്കെയോ കടത്തിയ കൂട്ടരാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൗമാണത്. ഒന്നുമെടുത്ത അടിയാളങ്ങൾ അവരിലുണ്ട്. മുഖം പ്രകാശപൂരിതമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് വെള്ളം ഇങ്ങനെ അവർക്ക് കോരിക്കൊടുക്കാൻ വേണ്ടി നോക്കും, എന്റെ ഉമ്മത്താണല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം വിളിച്ചു പറയും, അതെ, താങ്കൾക്കറിയില്ല, താങ്കൾ പോയതിനു ശേഷം ഈ മതത്തിൽ പലതും കടത്തിക്കൂട്ടിയവരാണ്. അത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുമെന്നാണ്,
എനിക്ക് ശേഷം എന്റെ മതത്തിൽ മാറ്റം വരുത്തിയ ആളല്ലേ നിങ്ങൾ, ദുരപ്പോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റുമെന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം കൊടുക്കലും അങ്ങനെ ക്ഷണിക്കലും അത് മതത്തിലില്ലാത്ത സംഗതിയാണ്. ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ നശിക്കുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു സുന്നത്താണ്. അതെന്താണ്? നമ്മളെ അയൽവാസി ഒരാൾ മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ അവിടെ സുന്നത്ത് എന്താ? അവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ പോയി തിന്നുക എന്നല്ല, മറിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രശസ്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ പറയാണ്, ലമ്മാ ജാഅ നഅയു ജഅഫറിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്നഖു ലിആലി ജഅഫറിൻ തആമൻ. ജഅഫർ മരണവാർത്ത എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅഫർ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഒരുക്കുക, അവരെ അശ്രദ്ധരാക്കുന്ന അവസ്ഥ അവർക്കുണ്ടായിരിക്കുന്നു. ഇസ്നഖു ലിആലി ജഅഫറിൻ തആമൻ, ജാഫർ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കൂ. ഫഖദ് അതാകും മാ യശ്ഗലുഹും ഔ അംറുൻ യശ്ഗലുഹും, അവർക്ക് അശക്തമായിരിക്കുന്ന ആ കുടുംബം ആകെ തകർന്നിരിക്കുന്നു, അങ്ങനെ മാനസികാവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഉഹിബ്ബു ലിജീറാനിൽ മയ്യിതി ഔ സീ കറാബതി അയഅമലു ലിഅഹ്ലിൽ മയ്യിതി ഫി യൗമ യമൂതു വൈലദിഹി തആമൻ യുശ്ബിഉഹും ഫഇന്ന ദാലിക സുന്ന, ഫഇന്ന ദാലിക സുന്ന. അത് സുന്നത്താണ്. എങ്ങനെ? മരിച്ച വീട്ടുകാർക്ക് വേണ്ടി അയൽവാസികളോ അവരുടെ ബന്ധുക്കളോ അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുക എന്നത് അത് സുന്നത്തായ കാര്യമാണ്. അതാണ് നമുക്ക് മുമ്പും നമുക്ക് ശേഷം നന്മയുടെ വക്താക്കൾ, യഥാർത്ഥ അഹ്ലു സുന്നയുടെ ആൾക്കാർ, അവർ നടപ്പിലാക്കിയിരിക്കുന്ന സംഗതി എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്. അതാണ് ഞാൻ അങ്ങേയറ്റത്തെ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞു, യുസ്തഹബ്ബു ഇസ്ലാഹു തആമൻ ലി അഹ്ലിൽ മയ്യിത്ത് യബ്ഗസു ബിഹി ഇലൈഹിം ഇആനതൻ അലൈഹിം വജബ്റൻ ലിഖുലൂബിഹിം ഫഇന്നഹും റബ്ബമാ ഇസ്തഗ്ലു ബിമുസീബതി വമൻ യഅതി ഇലൈഹിം അൻ ഇസ്ലാഹി തആമിൽ അൻഫുസിഹിം. അതായത് മരിച്ച വീട്ടുകാർ വളരെ പ്രയാസത്തിലും പ്രശ്നത്തിലായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ സഹായിക്കുക, അവർക്ക് സാന്ത്വനം എത്തിക്കുക, അവരിലേക്ക് ആളയക്കുക, അതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഏറ്റവും മഹത്തരമായ കാര്യമാണ് എന്ന് മഹാന്മാരായ മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, വഅമ്മ സനഅതു അഹ്ലിൽ മയ്യിത്തി തആമൻ യദൂന അന്നാസ ഇലൈഹിം ഫഅദ ഗൈറു മശ്റൂഇൻ ഫഇന്നമാ ഹുവ ബിദ്അ. അതായത് ജനങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുക എന്ന് പറയുന്നത് മരിച്ച വീട്ടുകാർ അത് ബിദ്അത്താണ്. ബൽ ഖദ് ഖാല ജരീർ ഇബ്നു അബ്ദുല്ലാഹ് കുന്നാ നഅദുൽ ഇജ്തിമാ ഇലാ അഹ്ലിൽ മയ്യിത്തി വസനഅതുഹും തആമ ലിന്നാസി മിനൽ നിഹായ. തീർച്ചയായും ജരീർ ഇബ്നു അബ്ദുല്ലയുടെ ഹദീസാണ് തെളിവ്. വഇന്നമൽ മുസ്തഹബ്ബു ഇദാ മാതൽ മയ്യിത്തു യുസ്നഉ ലി അഹ്ലിഹി തആമൻ. സുന്നത്തായ കാര്യം എന്ന് പറയുന്നത്, മുസ്തഹബായ കാര്യം എന്ന് പറയുന്നത് മരിച്ച വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഒരു സുന്നത്ത് തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരു ബിദ്അത്തെ പുലുക, അല്ലെങ്കിൽ ഒരു ബിദ്അത്ത് അവിടെ വരുമ്പോൾ മറ്റൊരു സുന്നത്ത് തിരസ്കരിക്കപ്പെടുമോ എന്ന കാര്യം ഗൗരവ ബുദ്ധിയെ നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ മരിച്ച വീട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? മരിച്ച വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അന്ന് 3 ഭക്ഷണം ഉണ്ടാക്കലല്ല, മറിച്ച് അവർക്ക് വേണ്ടി നമുക്ക് സദക്ക ചെയ്യാം. അപ്പൊ 3 സദക്ക ചെയ്യാം, അരി സദക്ക ചെയ്തൂടെ? 3 മാത്രം പ്രത്യേകമാക്കിയിട്ട് അരിയോ മറ്റോ സദക്ക ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബിദ്അത്ത് അനാചാരം നിലനിൽക്കെ പ്രത്യേകിച്ചും. എന്നാൽ ഏത് സമയത്തും മരിച്ച വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് രൂപത്തിലും നമുക്ക് സദക്ക ചെയ്യാം. ലജ്നത്തു ദായിമ സൗദി അറേബ്യയിലെ വലിയ പണ്ഡിത സഭയാണ്. അവർ പറയും, അമ്മാ മാ യഫ്അലു അഹ്ലുൽ മയ്യിത്തിൽ യൗമ മിൻ അശാഇൻ വ 40 ഫലാ അസ്ല ലഹു. 40 ദിവസം മരിച്ച വീട്ടുകാർ ആഘോഷിക്കുന്ന രീതി കണ്ട് 40 രാത്രികളിലൊക്കെ, ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഒന്ന് മറവാടി കഴിഞ്ഞതിന് ശേഷം തന്നെ മരിച്ച വീട്ടിലേക്ക് ആൾക്കാർ വരും. അവിടെ നല്ല അവിലൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും കുറച്ച് മുമ്പൊക്കെ. അപ്പോൾ ആ അവിലൊക്കെ കുഴച്ചത് കഴിക്കും. പിന്നീട് അന്ന് രാത്രി മുതൽ തുടങ്ങും. ഉസ്താദ് വന്നിട്ട് അൽഫാത്തിയ, പിറ്റേന്ന് വന്നിട്ട് അൽഫാത്തി, രാവിലെ അൽഫാത്തിയ, എല്ലാ തിങ്കളാഴ്ചയും അൽഫാത്തിയ, എല്ലാ വ്യാഴാഴ്ചയും അൽഫാത്തിയ. ഈ അൽഫാത്തിയ
ഫാത്തിഹ എവിടെയൊക്കെ വിളിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിലെ ഹദറത്തി റൂഹി നബീന മുഹമ്മദിൻ, ഒരു കല്യാണ സദസ്സിൽ പോലും ഉസ്താദ് വന്ന് വിളിക്കാൻ ഇലാ ഹദറത്തി റൂഹു നബീന മുഹമ്മദ്, അല്ലെങ്കിൽ ഇലാ ഹദറത്തി അർവാഹി ജമീൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മരണപ്പെട്ടു പോയ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആത്മാവിലേക്കാണ് എൻ്റെ ഈ ഫാത്തിഹ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ആത്മാക്കളിലേക്കാണ്, അല്ലെങ്കിൽ നബിന്റെ ആത്മാവിലേക്കാണ്. ഈ ഹൈന്ദവർക്കുണ്ടല്ലോ പരേതാത്മാക്കൾക്ക് ഈ സാഞ്ചയന പരിപാടി, ഈ സഞ്ചയനം എന്നൊക്കെയുള്ള പരിപാടിയുണ്ട്. പിതൃത്വ ബലി എന്ന് പറയും. അതായത് മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ പിതൃത്വ ബലി കൊടുക്കും. ഈ കുടക്കയിലൊക്കെ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഒഴുക്കുക, പുഴയിലേക്ക് ഒഴുക്കുക എന്നതുപോലെ നമ്മുടെ ഉസ്താദന്മാർ വന്നിട്ട് ഓതുന്ന ഫാത്തിഹ മുഴുവൻ എന്താണ്? ഇലാ ഹദറത്തി അർവാഹി ജമീൽ മുസ്ലിം, അല്ലെങ്കിൽ ജമീൽ മുസ്ലിം, മരണപ്പെട്ടു പോയ മുഴുവൻ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ അർവാഹുകളിലേക്ക്, റൂഹിലേക്ക്, ആത്മാവിലേക്ക് പാഴ്സലയക്കുന്ന ഫാത്തിഹയാണ്. ഇങ്ങനെ രീതി ആര് പഠിപ്പിച്ചു? ഇനി മര്യാദയ്ക്ക് ഒരു ഫാത്തിഹ ഓതാം, അത് പാടുള്ളതല്ല. ഇനി അതിനു മുമ്പ് ഈ വർത്തമാനം പാഴ്സലയക്കുന്ന രീതി ആര് പഠിപ്പിച്ചെന്ന് സഹോദരന്മാരെ? ഇതൊക്കെ ദീനിലില്ലാത്ത പിന്നീട് കടന്നു വന്ന സംഗതികളാണ്. എന്നാൽ മരണപ്പെട്ടവർക്ക് നമുക്ക് വേറെ രൂപത്തിൽ സദഖ ചെയ്യാം. പാഷ പറയാണ്, ഒരാൾ വന്നു, അന്നറജിലൻ, ഒരു മനുഷ്യൻ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഉമ്മത്തി ഉഫ്തുലിയത്ത് നഫ്സഹ വലം തൂസി വഅظنها ലൗ തകല്ലമത് തസദ്ദഖത അഫ്ലഹ അജ്റു ഇൻ തസദ്ദഖത അൻഹ. അവരെ ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, പെട്ടെന്നായിരുന്നു മരിച്ചിരുന്നത്, പക്ഷെ എന്തെങ്കിലും വസിയത്ത് ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചില്ല. വല്ലതും സംസാരിച്ചിരുന്നുവെങ്കിൽ അവർ ദാനം ചെയ്യുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ അവർക്ക് വേണ്ടി വല്ലതും ദാനം ചെയ്താൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമോ? ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ദാനം ചെയ്താൽ എൻ്റെ ഉമ്മയ്ക്ക് പ്രതിഫലം ലഭിക്കുമോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പ്രതിഫലം ലഭിക്കും, പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണ് ഇമാം നബി പറഞ്ഞത്, അന്ന സദഖതനിൽ മയ്യത്തി തൻഫഉ വതസിലഹു സബാബുഹ വഹുവ കദാലിക ബിഇജ്മാഇൽ ഉലമാ. പണ്ഡിതന്മാരുടെ ഏകോപിച്ചുള്ള ഇജ്മാഉണ്ട്. മരിച്ച മയ്യത്തിന് വേണ്ടി സദഖ ചെയ്താൽ ആ മയ്യത്തിന്റെ ഫലം അനുഭവിക്കും, അത് ലഭിക്കുമെന്നത് ഏകോപിച്ച അഭിപ്രായമുണ്ടെന്നാണ്. അത് എങ്ങനെ ചെയ്യണം? വല്ല ക്യാഷായിട്ടോ മറ്റോ ചെയ്യണം. ഒരു പ്രത്യേക ദിവസത്തെ നിശ്ചയിക്കരുത്. ഭക്ഷണത്തിനെക്കാട്ടിയും ഏറ്റവും നല്ലത്, അരിയേക്കാൾ ഏറ്റവും നല്ലത് ക്യാഷാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അനിൽ മയ്യത്തി ബിഇത്ആമി തുആമ ഫയൻബഗി അല്ലാ യതഖയ്യദു ബിയൗമിൻ മുഅയ്യൻ. ഒരു പ്രത്യേക ദിവസം അങ്ങനെ സദഖ ചെയ്യാൻ വേണ്ടി പാടില്ല. 3-ന് അന്ന്, 8-ന് അന്ന്, അല്ലെങ്കിൽ 4-ന് അന്ന്, 14-ന് അന്ന്. മിസ്കീനുകൾക്ക് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറ്. കാരണം അത് ലോകം മാന്യയിൽ നിന്ന് നമ്മളെ മുക്തമാക്കും. മിസ്കീനുകൾക്ക് അത് ഉപകാരപ്പെടും. മറ്റ് മതസ്ഥരെ അനുകരിക്കൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മിസ്കീനുകൾക്ക് ക്യാഷോ മറ്റോ കൊടുക്കാം. അതൊക്കെ അനുവദിക്കപ്പെട്ട മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. കാരണം ഇത്തരം കാര്യങ്ങളിലാണ് പൗരോഹിത്യം പടർന്നു പന്തലിക്കുന്നത്. അവരുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് സമൂഹത്തെ അടിച്ചേൽപ്പിക്കുന്നു. സാധാരണക്കാർ അത് വിശ്വസിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അവസാനം പരലോകത്ത് ഒരു തരത്തിലും ഉപകാരപ്പെടാത്ത കർമ്മങ്ങളായി അത് പരിഹസിക്കുന്നതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. മരണപ്പെട്ടവർക്കുണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അവർക്ക് വേണ്ടിയുള്ള ദുആ. അപ്പോൾ ഖുർആൻ തന്നെ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലിയഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അവർക്ക് ശേഷം കടന്നു വന്നവർ അവർ പ്രാർത്ഥിക്കുമെന്നാണ്, അല്ലാഹുവേ നമുക്ക് മുമ്പേ പോയവർക്ക് നീ എന്താക്കണം, നീ പുറത്തു കൊടുക്കണം. നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക് നീ പുറത്തു കൊടുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. വിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്കിടയിൽ യാതൊരു വിദ്വേഷവും ഉണ്ടാക്കരുത്. നമുക്ക് മുമ്പ് കടന്നു പോയ സകല വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണം. റബ്ബന ഇന്നക റഊഫുർ റഹീം എന്ന് വിശ്വാസികൾ സദാ പ്രാർത്ഥിക്കുമെന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എപ്പോഴും നിലനിർത്തുക. ആർക്ക് വേണ്ടി? നമ്മുടെ മരണപ്പെട്ട നമ്മുടെ ബന്ധുക്കളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മയുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ്. നമുക്കറിയാം, പോയി പിന്നെ ഖബർസ്ഥാൻ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും ദാറൽ ഖൗമിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. വആതാകും മാ തുഊദുന ഗദൻ മുഅജ്ജലൂന വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹുമ്മ ഗഫിർ ലി അഹ്ലിൽ ബഖീൽ ഗർഖദ്. അല്ലാഹുവേ, ബഖീൽ ഗർഖദിൽ അന്ത്യവിശ്രമം കൊടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പിന്തിപ്പിക്കപ്പെട്ടിരുന്ന സംഗതികളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞങ്ങളും വരേണ്ടതാണ് എന്നുള്ള പ്രാർത്ഥനകളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥന. നമുക്ക് മുമ്പ് കടന്നുപോയവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും അഹ്ലി ദിയാർ, അസ്സലാമു അലൈക്കും അഹ്ലി ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ അടുത്ത് തന്നെ നമ്മൾ നിങ്ങളുടെ കൂടെ വരാനുള്ളതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫർള് കിഫായാണ്. വിശ്വാസികൾ ആരെങ്കിലും അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിൽ ഗുണം മയ്യത്തിന് ലഭിക്കുന്ന പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരമാണ്. ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു മകൻ മരണപ്പെട്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടിമയോട് ചോദിക്കുന്നുണ്ട്, എന്താ അറിയോ, അവിടെ കൂടിയിരിക്കുന്ന ആള് അതിന് എത്രയുണ്ട് എന്ന് നോക്കി. അപ്പൊ അടിമ പോയിട്ട് നോക്കി. അപ്പം അവിടെ ഒരു 40ഓളം ആളുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടിട്ടുണ്ട്. ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ഒരു തരത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആള് ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശുപാർശ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ്. മുവഹിദുകളായ നേരെ ഒരു മയ്യത്തിന് വേണ്ടി 40 ആൾ നിസ്കരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരുടെ ശുപാർശ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫി വഅഫി അൻഹു വഖരിം നുസുലഹു വവസി മദ്ഖലഹു എന്നൊക്കെ മയ്യത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹു നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന്റെ വിശാലമാക്കി കൊടുക്കണമേ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ കഴുകി കൊടുക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അങ്ങനെ 40 മുവഹിദുകൾ നിന്ന് നിസ്കരിച്ച് പ്രാർത്ഥിച്ച അല്ലാഹു അവരുടെ ശുപാർശ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാമിൻ മയ്യത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തൻ മിനൽ മുസല്ലിമീന യബ്ലഗൂന മിയത കുല്ലഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിയു ഫീ. 100 ആളുകൾ ഒരു മുസ്ലിം സമൂഹം ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുകയില്ല, അവരുടെ ശുപാർശ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശിർക്ക് വെക്കാത്ത ആൾക്കാരുടെ നിസ്കാരമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. ഇന്ന പള്ളിയിൽ നിസ്കരിക്കണം എന്ന് വസിയത്ത് ചെയ്യണം, ഇന്ന ജനങ്ങളെ എന്നെ ക്ഷണിക്കണമെന്ന് വസിയത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ മുവഹിദുകളുടെ ഒരു സംഘം 40 ആളെങ്കിലും ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശുപാർശ സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് ചെയ്യുന്ന ഏറ്റവും മുഖ്യമായ ഘടകം അത് മയ്യത്ത് നിസ്കാരമാണ്. മറ്റൊന്ന് തസ്ബീഹ് ചോദിക്കും. എന്താ തസ്ബീഹ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഫറഗ മിൻ ദഫനിൽ മയ്യത്ത്. അപ്പൊ മയ്യത്ത് മറവാടി കഴിഞ്ഞാൽ വഖഫാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുമെന്ന് ഫഖാല ഇസ്തഗ്ഫിറൂ ലി അഖീകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുക. വസലലുഹു ബിതസ്ബീഹ്, തസ്ബീഹിനെ ചോദിക്കുക. ഫഇന്നഹുൽ അൽആന യുസൽ, തീർച്ചയായും അദ്ദേഹം ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ മറവാടി കഴിഞ്ഞാൽ, മറവാടിക്കൊണ്ടിരിക്കുമ്പോഴല്ല, ചില മയ്യത്തോടെ വെച്ച ഉടനെ തന്നെ ചൊല്ലും, അതല്ല, മറവാടി കഴിഞ്ഞാൽ ദഫൻ കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ തസ്ബീഹ് ചോദിക്കുക. കാരണം അദ്ദേഹം ഇപ്പോൾ എന്താണ് വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിജനാസത്തിൻ ഇൻദ ഖബരിഹി വസൈബു യദഫൻ. ഒരിക്കൽ ഒരാൾ ഖബറടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ രീതിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്ഫിറൂ ലി സാഹിബിക്കും വസല്ലല്ലാഹു ലഹു തസ്ബീഹ്. നിങ്ങൾ തസ്ബീഹ് ചൊല്ല്, അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യ്.
നിശ്ചയം അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ തസ്ബീഹിന്റെ രൂപം പ്രത്യേകമായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നിലവിലുള്ള ആ രീതിയോ രൂപമോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയല്ല. അത് ഒച്ചത്തിൽ ചെല്ലണമെന്നില്ല. അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് പിന്നെ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ വർഹംഹു ഏത് രൂപത്തിലും നമുക്ക് ചെല്ലാം. ആർക്കും അറിയാത്ത രീതിയിലാണെങ്കിൽ ഒരാൾ ചെറിങ്ങനെ ഒച്ചത്തിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവർ അത് ഏറ്റിച്ചൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ വർഹംഹു എന്നുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അത് കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂർ അവിടെ നിന്ന്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താണ് അതിനുള്ള കർമ്മങ്ങൾ, യഥാർത്ഥ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രീതി എന്താണ്, എൻ്റെ പ്രവർത്തനത്തിലും വല്ല വിധേയത്തുകളും കടന്നു വരുന്നുണ്ടോ, ആ വിധേയത്തുകൾ ചെയ്താൽ ഞാൻ അത് ശിക്ഷിക്കപ്പെടുമോ, ഞാൻ ഏതൊക്കെ സുന്നത്തുകളെയാണ് തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ വിസ്മരിച്ചിട്ടുള്ളത്, അതിന് പകരം എന്തൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്നൊക്കെ പഠിക്കുകയും നമ്മൾ പരമ്പരാഗതമായി ജീവിതത്തിൽ പകർത്തി വന്ന വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, മറിച്ച് അതൊന്ന് പരിശുദ്ധ ഖുർആനാണ്, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, സഹാബികളുടെ ജീവിതക്രമമാണ്. അത് കൃത്യമായ ബോധമുണ്ട് നമുക്കുണ്ടായിരുന്നു. കാരണം കാലാനുസൃതം പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏത് സമൂഹത്തിലും കയറി വരികയും അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ പഴയ കാലത്തൊക്കെ യാസീന് വലിയ പ്രാമുഖ്യം, ഇപ്പോൾ യാസീൻ പോയിട്ട് സുഹൃത്ത് മുൽക്കിലേക്ക് മെല്ലെ കയറി വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചില ഉസ്താദുമാർക്ക് സുഹൃത്ത് മുൽക്കിൽ കാപ്പാണ് പാരായണം ചെയ്തത്. അങ്ങനെ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും കാലാനുസൃതം സമൂഹത്തിൽ വരികയും തേഞ്ഞ് മാഞ്ഞു പോവുകയും ചെയ്യും. പഴയ കാലത്തൊക്കെ എന്തൊക്കെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ന് അതിൻ്റെ പല ഭാഗങ്ങളും മാഞ്ഞിട്ടുണ്ട്, പുതിയത് കയറി വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ദീനെന്താണ്, ആ ദീൻ എന്താണ് അനുശാസിക്കുന്നത്, അത് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓഫറാണ്. അതിനെക്കുറിച്ച് പഠിക്കുകയും അതിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ പരലോക വിജയത്തിന് നിദാനമായ പ്രധാനപ്പെട്ട സംഗതി എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ വിശ്വാസം നേരെയാക്കാൻ നീ നമ്മളെ സഹായിക്കണമേ. അല്ലാഹുവേ, നമുക്ക് നീ ദീർഘായുസ് നൽകുകയും ആരോഗ്യ സൗഖ്യം നൽകുകയും ഇസ്ലാമിൽ ദീനിൽ ഇസ്തിഖാമത്ത് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, നമ്മെ ഏവരെയും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ കൊണ്ടും പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്ന ദുര്യോഗപരമായ അവസ്ഥകൾ കൊണ്ടും നീ നമ്മളെ രക്ഷപ്പെടുത്തണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സകല വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ദീർഘായുസും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്തുമായി പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.